നിന്ന് ഇനി പണം കൊടുത്ത് അലോവേറ ജെല്ല് മേടിക്കേണ്ട, വീട്ടിൽ തന്നെ നമുക്ക് അലോവേറ ജെല്ല് ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ ചർമ്മത്തെ തിളക്കം കൂട്ടാനും മുടി വളർച്ചയ്ക്കും ഒക്കെ ഈ ഒരു അലോവേറ ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ആ ഒരു അലോവേറ ജെല്ല് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ പറയാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന അലോവേറ ജെല്ലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അലോവേറ ജെല്ല് എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കേടുകൂടാതെ തന്നെ 1 മാസം വരെയെങ്കിലും നമുക്ക് ഈ ഒരു അലോവേറ ജെല്ല് യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റുള്ള കെമിക്കലോ ഒന്നും ഇടാത്ത രീതിയിലുള്ള അലോവേറ ജെല്ലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ തിളക്കം കൂട്ടാനും മുഖത്തെ നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും മുടി വളർച്ചയ്ക്കും ഒക്കെ ഈ ഒരു അലോവേറ ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അലോവേറ ജെല്ല് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നല്ല പാകത്തിനുള്ള 2 അലോവേറയുടെ തണ്ട് എടുക്കാം. ആദ്യം ഇതെടുക്കാം. ഇതുണ്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ? ഇത് നമുക്ക് എടുക്കാം. കൂടാതെ തന്നെ നമുക്ക് ഒന്നും കൂടി എടുക്കാം. കണ്ടോ, അലോവേറ ഇരിക്കുന്നുണ്ടോ? അലോവേറയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യണം, അത് ഞാൻ കാണിക്കാം. നമ്മളിപ്പം അലോവേറയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ കുത്തിച്ചാരി നിർത്തണം. അപ്പോൾ കുത്തിച്ചാരി നിർത്തുമ്പോൾ ഇതിൻ്റെ കറ പോകണം. എന്നാലേ നമ്മൾ അലോവേറ ഉണ്ടാക്കിയാൽ ശരിയായി കിട്ടുകയുള്ളൂ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൊറിച്ചിലോ ഒന്നും വരാതിരിക്കുകയുള്ളൂ. ഈ അലോവേറയുടെ യെല്ലോ കളറിലെ കറയാണ് ഞാൻ കാണിക്കുന്നത്. ഈ വരുന്ന ഈ ഒരു കറയാണ് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഈ കറ പോകുന്നുള്ള വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യണം. അതെന്താണെന്നുള്ളത് കാണിക്കാം കേട്ടോ. അലോവേറയുടെ ആ ഒരു തണ്ടെല്ലാം കട്ട് ചെയ്തത് കണ്ടല്ലോ, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു യെല്ലോ കളറിലെ ആ ഒരു സംഭവം പോകുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അലോവേറ ജെൽ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് വേണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. അതിന് 2 മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 പൊട്ടറ്റോയും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. അങ്ങനെ പൊട്ടറ്റോ 2ഉം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോയെ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ പൊട്ടറ്റോ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായ ഈ പൊട്ടറ്റോ നല്ലതുപോലെ അരയുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം വേണം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാൻ. ഈ പൊട്ടറ്റോ നല്ലതുപോലെ ജ്യൂസാക്കി എടുക്കുന്നതിന് അതിന് നമുക്ക് നല്ലതുപോലെ ജ്യൂസ് ആവണമെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം വേണം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ജ്യൂസാക്കിക്കൊണ്ട് വരാം. നല്ലതുപോലെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൊട്ടറ്റോയെ നമ്മൾ ആ പൊട്ടറ്റോയുടെ ജ്യൂസിനെ നമ്മളൊരു തുണി വെച്ചിട്ട് ഇതിനകത്തോട്ട് അരിച്ചെടുക്കുക. ഓക്കെ, തുണി നല്ലോണം വെച്ചിട്ട് ഇതിനായിട്ടിരിക്കുന്ന തുണി വേണം. അതിലേക്ക് നമ്മൾ പൊട്ടറ്റോയുടെ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കുക. നിങ്ങളിപ്പോൾ തുണിക്ക് പകരം അരിപ്പ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തുണി വെച്ച് ചെയ്യുന്നത് എനിക്കൊരു കംഫർട്ടബിൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാൻ തുണി വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലും ചെയ്യാവുന്നതാണ്. ഇത് നല്ലതുപോലെ പിഴിയണം. എന്നാലേ നമുക്ക് നല്ലതുപോലെ നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് കിട്ടുകയുള്ളൂ. നല്ലതുപോലെ പിഴിയാം. ഈ പൊട്ടറ്റോയുടെ നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാനും പറ്റും കേട്ടോ. വളരെ തുച്ഛിതമായിട്ടുള്ള എമൗണ്ടാണ്. അപ്പം ഇത് ഉണ്ടാക്കാൻ അധികം സമയം എടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാനും കിട്ടുന്നതാണ് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച്. ഓക്കെ, അങ്ങനെ നല്ലതുപോലെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇരിപ്പുണ്ട്, അതും പിഴിഞ്ഞെടുക്കണം. ഓക്കെ, എന്തായാലും ആദ്യത്തെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. കണ്ടോ, അതിൻ്റെ ഇതിരിക്കുന്നുണ്ടോ? ഇത് നമുക്കിനി മാറ്റി വെക്കാം. മുഖത്തൊക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ ഈ ഒരു കൊന്ത് കേട്ടോ. പൊട്ടറ്റോയുടെ അടിപൊളിയാണ്. കയ്യിലുമൊക്കെ ഇടാൻ കേട്ടോ. നമ്മുടെ കയ്യിലെ റിങ്കിൾസൊക്കെ മാറ്റാനൊക്കെ നല്ലതാണ്. നമുക്ക് ബാക്കിയും കൂടി പിഴിഞ്ഞെടുക്കാം. ഓക്കെ, അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ബാക്കിയും കൂടി. അങ്ങനെ ഞാൻ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് കിട്ടുകയുള്ളൂ. കുറച്ച് നേരം ഇത് അനക്കാതെ നമുക്ക് വെക്കാം കേട്ടോ. അതൊരു ഭാഗത്തേക്ക് നമുക്ക് അനക്കാതെ വെച്ചേക്കാം. നമുക്ക് അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അലോവേറ ആ ഒരു തണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം.
ഒരു തണ്ട് രണ്ടെണ്ണം ഞാൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു അലോവേറയുടെ ജെല്ല് കട്ട് ചെയ്ത സമയത്ത് ഒരു യെല്ലോ കളറിലെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇത്രയുമാണ് 2 അലോവേറയുടെ ആ ഒരു തണ്ടിൽ നിന്ന് അതിൻ്റെ കറ കിട്ടിയത്. ഇത് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ ചൊറിച്ചിലുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം ഒന്ന് ആ ഒരു അലോവേറ തണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് അതിന് ഇത്രയധികം കറകൾ പുറത്തു പോയി. ഇനി നമുക്ക് പോലെ കട്ട് ചെയ്ത് എടുക്കണം. അതിൽ നിന്ന് നമുക്ക് ആ ഒരു അലോവേറയുടെ ജെൽ എടുക്കണമെങ്കിൽ ആ 2 ഏരിയയുടെ, അതായത് ഈ 2 ഭാഗത്തെ മുള്ള് നല്ലതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്ത് മാറ്റട്ടെ. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം നിങ്ങളെ. കട്ട് ചെയ്തെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാത്തത്. നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഭാഗത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഇടയ്ക്കൊന്ന് ഈ അലോവേറ ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ആപ്പിൾ ചീകുന്നതിൻ്റെ കൂട്ടുള്ള ഒരു സൗണ്ടാണ് കേട്ടോ. അടിപൊളി 2 എണ്ണം ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ക്യാമറയിൽ കാണുമ്പോൾ യെല്ലോ ഗ്രീൻ കളറാണ്, പക്ഷേ യഥാർത്ഥ കളർ എന്ന് പറയുന്നത് വെള്ള കളറാണ് കേട്ടോ. നമുക്കിത് നല്ലത് ജെല്ലുണ്ട് കേട്ടോ. നമ്മളിപ്പം പുറത്തുനിന്ന് ഇതുപോലെ മേടിക്കുവാണെങ്കിൽ ഒരു 350-400 രൂപയോളം കൊടുക്കേണ്ട വരും. അലോവേറ ജെല്ല്, ശുദ്ധമായിട്ടുള്ള അലോവേറ ജെല്ല് മേടിക്കുവാണെങ്കിൽ. അപ്പം പലതാണെങ്കിലും നമുക്ക് കിട്ടുന്നതെല്ലാം കെമിക്കലാണ്. 2ഉം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അലോവേറ ജെല്ല് എടുക്കാം. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് അലോവേറ ജെല്ല് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, വീഴുന്ന നിങ്ങളിപ്പോൾ കണ്ടോണം. അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇത്രയും കട്ടയ്ക്ക്, ഇത് കണ്ടോ, ഇത്രയും കട്ടയ്ക്കാണ് കിട്ടുന്നത്. കണ്ടോ, ഇത് അടിപൊളിയാണ്. നമുക്ക് പച്ചയ്ക്കും കഴിക്കാം. ഇപ്പം കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റാനും കൈയുടെ ഇതുണ്ടല്ലോ, നമ്മുടെ കയ്യിലെ ചുളിവുകളൊക്കെ മാറ്റാനൊക്കെ നല്ലതാണ്. ഇത് നല്ലതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ തണ്ടിൽ നിന്ന് മുഴുവനും അലോവേറ ജെല്ല് വീഴുന്നതായിരിക്കും താഴേക്ക്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ അലോവേറ ജെല്ല് എടുക്കാവുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു ഇച്ചിരി ജോലി ചെയ്ത പാത്രം എടുത്തിട്ട് വന്നിട്ട് അതിനകത്തോട്ട് ഇടാനായിട്ട് നോക്കരുത് കേട്ടോ. കാരണം നമ്മൾ കുറേയധികം ദിവസം കേടുകൂടാതെ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറേയധികം ദിവസവും കേടുകൂടാതെ ഇരിക്കും. ഇപ്പം നമ്മളിത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വാഷ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് വാഷ് ചെയ്തിട്ട് അലോവേറ ജെല്ല് കട്ട് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ അത് പെട്ടെന്ന് കേടായി പോകുന്നുണ്ട്. ഈ ഇപ്പം ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ അതിനകത്ത് പല കെമിക്കലുകളും ഒക്കെ വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പം ക്ലീൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അതിനാണ് നമ്മൾ ആ ഒരു കറ പോകാൻ വേണ്ടി കുറേ നേരം വെച്ചില്ലയോ, അന്നേരം നമ്മളിത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ശുദ്ധമായിട്ടുള്ള ഈ ഒരു അലോവേറ ജെല്ല് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതുപോലെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ തണ്ടിൽ നിന്നെല്ലാം ആ ഒരു അലോവേറ ജെല്ല് വീഴുന്നതായിരിക്കും. ആദ്യം ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമതും അതേപോലെ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പം കടയിൽ നിന്ന് അവിടെ ആ ഒരു ജെല്ല് മൊത്തം എടുക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഇതേപോലുള്ള ഒരു പിച്ചാത്തി ഉണ്ടെങ്കിലും ഇങ്ങനെ നമുക്ക് എടുക്കാൻ ഞാൻ കാണിക്കാം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. കണ്ടോ വീഴുന്നത്. ഇത് എളുപ്പം പറ്റുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ കുഞ്ഞിനെ കൊച്ച് ഇതുള്ള ഒരു നൈഫ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ഓക്കെ, നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ എടുത്തതാ. ഇത്രയിൽ നിന്ന് നല്ലതുപോലെ ഞാൻ ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാലിലുമൊക്കെ നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു തണ്ട്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, നമ്മളിപ്പം എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ നല്ലപോലെ ക്ലീൻ ആയിരിക്കണം. കൂടാതെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ കറ പോയതിന് ശേഷം കഴുകിയിട്ട് എടുക്കാവുള്ളൂ. എന്നാലേ നമ്മൾ ഇത് നല്ലതുപോലെ ഇരിക്കുകയുള്ളൂ. ഇപ്പം നമ്മളിത് കഴുകേണ്ട ആവശ്യമില്ല. ഇത് കഴുകുവാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പൂത്തു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകാതെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കണം. എന്നിട്ട് ഞാൻ കാണിക്കാം. എനിക്ക് ഇത്രയും കിട്ടി. ആ ഒരു രണ്ട് തണ്ടിൽ നിന്ന് എനിക്ക് ഇത്രയും അലോവേറ ജെല്ലാണ് കിട്ടിയത്. കണ്ടോ, ഇത് കണ്ടോ വലിയ അലോവേറ. നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇത്രയും നല്ല അലോവേറ ജെല്ല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ. കഴുകുന്നില്ല, കഴുകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നമുക്ക് ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയൊരു ജാറിലിട്ട് നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് ആക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ജ്യൂസാക്കി എടുക്കാം. അങ്ങനെ നല്ലതുപോലെ ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്.
നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ആ ഒരു അലോവേറ കൊടുക്കാം. ആ ജ്യൂസാക്കി അലോവേറ ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചില്ലേ പൊട്ടറ്റോയുടെ ഇത്, അത് നമ്മൾ ഇനി ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ ആ ഒരു വെള്ളം നമുക്കൊന്ന് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റട്ടെ. ഓക്കെ, ഇതാണ് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച്. ഇനി നമുക്ക് രണ്ടാമതും ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് കഴുകണം. അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് തെളിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അടിയിൽ അടിഞ്ഞു കൂടുന്നതായിരിക്കും. നമുക്കതാണ് വേണ്ടത്. അങ്ങനെ ആ ഒരു ഇതും ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആ ഒരു വെള്ളവും മാറ്റാം. ആ ഒരു പൊട്ടറ്റോയുടെ ആ ഒരു വെള്ളം നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് എനിക്ക് ഇത്രയും സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റാർച്ച് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കാം. എനിക്കിപ്പം കുറച്ചേ കിട്ടിയുള്ളൂ, കാരണം ഇത് നാടൻ പൊട്ടറ്റോ ആണ് ഇവിടെ കിട്ടിയത്. കാരണം നമ്മുടെ നാട്ടിലെ പൊട്ടറ്റോ ഉണ്ടല്ലോ, അതുപോലത്തെ അല്ല, ഇവിടെ പലതരം പൊട്ടറ്റോ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും 2 എണ്ണം എടുത്തിട്ട് തന്നെ എനിക്ക് ഇത്രയും സ്റ്റാർച്ചേ കിട്ടിയുള്ളൂ. നമ്മുടെ നാട്ടിലെ പൊട്ടറ്റോ ആണെങ്കിൽ നല്ലതുപോലെ സ്റ്റാർച്ച് കിട്ടും കേട്ടോ. ഇത് കെമിക്കലൊക്കെ ചേർന്ന് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ. ഇവിടുത്തെ നാടൻ എന്ന് പറഞ്ഞാൽ വരുന്നത് ഇത്. അതിനകത്ത് നിന്ന് എനിക്ക് ഇത്രയും സ്റ്റാർച്ചേ കിട്ടിയിട്ടുള്ളൂ, 1 സ്പൂണ്. നിങ്ങളിപ്പം നമ്മുടെ നാട്ടിലെ പൊട്ടറ്റോ ചെയ്യുവാണെങ്കിൽ ഞാൻ 2 എണ്ണം എടുത്തതിനകത്ത് നിന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ സ്റ്റാർച്ച് കിട്ടും. കാരണം ഇപ്പം ഇവിടുത്തെ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്റ്റാർച്ച് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലെ പൊട്ടറ്റോ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു 3 സ്പൂൺ സ്റ്റാർച്ച് കിട്ടുന്നതാണ്. ഞാനിപ്പം 2 പ്രാവശ്യം തെളിഞ്ഞ വെള്ളത്തിലും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ആ തെളിഞ്ഞ വെള്ളം ആകുന്നിടം വരെയും നമ്മളിത് നല്ലതുപോലെ ആദ്യത്തെ ഒരു പ്രാവശ്യം അത് വെച്ചിട്ട് അനക്കാതെ വെക്കുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ അടിയിലേക്ക് ആ സ്റ്റാർച്ച് എല്ലാം വന്ന് വീഴും. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുക, പിന്നെ രണ്ടാമതും ക്ലീൻ ചെയ്യുക, പിന്നെ മൂന്നാമതും ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് ഇതേപോലെ സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് കണ്ടല്ലോ, ആ ഒരു ജെല്ലൊക്കെ മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചതൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കത് ചൂടാക്കാം. ചൂടാക്കുകയാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന സ്പൂണ് നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. കാരണം കൂടുതലും ദിവസം നമുക്ക് അലോവേറ ജെല്ല് കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതേ രീതിയിൽ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പം ഞാനാണെങ്കിൽ ആ ഒരു സ്റ്റാർച്ച് ഉണ്ടാക്കിയപ്പോഴും നല്ലതുപോലെ ക്ലീൻ ആയിട്ടാണ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞത്. അല്ലെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലെ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ തന്നെ കേടായി പോകും നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന പല അലോവേറ ജെല്ലുകളും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറയുന്നത്. നമ്മൾ നല്ലപോലെ കെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേയധികം ദിവസം നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ കുറേയധികം ദിവസം ആ ഒരു അലോവേറ ജെല്ല് കേടുകൂടാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സ് ചെയ്യുകയാണ്. നമ്മളതിനകത്ത് ആ ഒരു ഇപ്പോൾ തന്നെ നല്ല കട്ടിയാവുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ അലോവേറ ജെല്ല് വീഡിയോയിലോ ക്യാമറയിലോട്ട് ആണ് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കട്ടിയാവുന്നുണ്ട്. നമ്മളിപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ വരുന്നുണ്ടോ. നമ്മൾ വെള്ളം ചേർത്ത് ഇതാക്കുവാണെങ്കിൽ അലോവേറ ജെല്ല് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അലോവേറ ജെല്ല് കിട്ടില്ല. പിന്നെ കൂടാതെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതങ്ങ് കേടായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അങ്ങനെ അലോവേറ ജെല്ല് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്ന പൊട്ടറ്റോ സ്റ്റാർച്ചാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നാടൻ പൊട്ടറ്റോ ആണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ നല്ലതുപോലെ ഒരു 4-5 സ്പൂൺ കിട്ടും. നമുക്ക് ഈ സ്റ്റാർച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കട്ടി പരുവത്തിലായിട്ടാണ് നമ്മുടെ ഈ സ്റ്റാർച്ച് ഇരിക്കുന്നത്. നമ്മളിതിൽ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി എടുക്കുന്നത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇതേ പരുവത്തിലായിട്ടാണ് ഇരിക്കുന്നത്. അതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത് നല്ലൊരു കട്ടി പരുവത്തിലായിട്ടൊരു പൗഡർ രീതിയിലായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അലോവേറ ജെല്ല് കറക്റ്റ് പരുവത്തിലായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പരുവത്തിലായിട്ട് നമുക്ക് അലോവേറ ജെല്ല് കിട്ടുന്നതായിരിക്കും. നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ സ്റ്റാർച്ചും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കളർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കളറായി മാറിയത് കണ്ടോ. ഇനി നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാറിയിട്ട് നല്ല പരുവത്തിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പരുവത്തിൽ തന്നെ നമ്മുടെ അലോവേറ ജെല്ല് കിട്ടുന്നതായിരിക്കും. നമുക്കിതൊന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ചൂടൊന്ന് ആറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. തയ്യാറായിട്ടിരിപ്പുണ്ട്, നല്ലതുപോലെ കട്ടിയായി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഈ എടുക്കുന്ന പാത്രം നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം, എന്നാലേ അതിലേക്ക് നമ്മൾ ഇടുന്ന ആ ഒരു അലോവേറ ജെല്ല് കേടുകൂടാതെ നമുക്ക് ഇരിക്കുകയുള്ളൂ.
അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആ രീതിയിലുള്ള കളറുള്ള അലോവേറ ജെല്ല് നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ഈ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ആ ഒരു പാത്രവും ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇതിൽ ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ക്ലിയർ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഈ വലിയൊരു നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 3 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ഇതിലേക്ക് ചേർക്കട്ടെ. ഓക്കെ, അങ്ങനെ 3 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ചേർത്ത് കൊടുത്തു. 3 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാൻ ചേർത്തത്. അതിനുശേഷം നിങ്ങൾ ഈ വലിയ പാത്രത്തിൽ ഇടുന്നത് വെച്ചാൽ നല്ലതുപോലെ മിക്സ് ആവുന്നതിനാണ് ഞാൻ അത്രയും വലിയൊരു പാത്രത്തിൽ ഇടാനായിട്ട് പറഞ്ഞത്. 3 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. ഇവിടെ ഈ ഒരു അലോവേറ ജെല്ല് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പരുവത്തിലായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അതിനാണ് ഞാൻ ഈ ഒരു വലിയൊരു പാത്രത്തിൽ 1 സ്പൂൺ നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും ആൽമണ്ട് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇതിലേക്ക് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നല്ലതുപോലെ ഇതങ്ങ് മിക്സ് ആക്കുക. ഓക്കെ, നല്ലതുപോലെ നമ്മൾ വേറെ ജെല്ല് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ വൈറ്റ് പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിക്കാം. അപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റും. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയുണ്ടോ? കാരണം അതിലാകുമ്പോൾ സീറ്റ് കാണാൻ കഴിയില്ല. ഓക്കെ, ഇത് കണ്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താ, ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഓക്കെ, കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള അലോവേറ ജെല്ല് കിട്ടിയത് കൊണ്ടോ. ഇത് ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷമേ നമ്മൾ ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പരുവത്തിൽ തന്നെ കിട്ടും. പുറത്ത് വെച്ചാൽ പിന്നെ കേടാവുക പോലും ചെയ്യില്ല. ഓക്കെ, കണ്ടല്ലോ. ഇതെല്ലാവരും ഈ അലോവേറ ജെല്ലൊന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇത് മാത്രം മതി, വേറെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തില്ലെങ്കിലും നമുക്കിത് മാത്രമായിട്ട് വേണമെങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കൊരു നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീമായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ റിസൾട്ട് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർത്ത് വേണം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ. മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട ആവശ്യം വരിക പോലുമില്ല. ഇത് അടിപൊളിയാണ്. അലോവേറ ജെല്ല് മാത്രമായിട്ട് നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിലും ചുണ്ടിലും ഒക്കെ ഇടാവുന്നതാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. ആ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർട്ടിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ആ ഒരു അലോവേറ ജെല്ല് നമുക്ക് കിട്ടുകയുള്ളൂ. കണ്ടോ, കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ ഇത് കണ്ടോ അലോവേറ ജെല്ല് ഇരിക്കുന്നത്. അലോവേറ ജെല്ല് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന സമയത്തും അതിൽ ചേർത്ത് ഉപയോഗിക്കാം. ഹെയർ പാക്ക് ഉപയോഗിക്കുന്ന സമയത്തും അതിൽ ചേർത്ത് ഉപയോഗിക്കാം. പൊട്ടറ്റോ ആണെന്ന് വെച്ചുകൊണ്ട് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ചേർത്തതുകൊണ്ട് ഹെയറിൽ തേക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഹെയറിനകത്ത് നമ്മുടെ പൊട്ടറ്റോടെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് നല്ല പോലെ ഗുണമേ കിട്ടുകയുള്ളൂ. എന്തായാലും നിങ്ങൾ ഈ ഒരു അലോവേറ ജെല്ല് സ്വന്തമായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കണം. മിക്സിയിലൊക്കെ അടിക്കുന്ന സമയത്ത് ചിലരുടെ അലോവേറ ജെല്ലൊക്കെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, പതഞ്ഞിരിക്കും. ഇത് എന്താണെന്ന് വെച്ചാൽ പതയാത്തത് നമ്മൾ അതിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ സമയത്ത് പൊട്ടറ്റോയുടെ സ്റ്റാർച്ചൊക്കെ ചേർത്തപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കുന്നതനുസരിച്ച് അത് കറക്റ്റായിട്ട് മാറി. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോയുടെ മുകളിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലെ ഇരിക്കും. കണ്ടോ, അടിപൊളിയാണ്. ഓക്കെ, നമ്മൾ എന്തായാലും ഞാനിത് കേട്ടോ തയ്യാറാക്കിയെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതേപോലെ തന്നെ നിങ്ങൾ ഇനി വീട്ടിൽ അലോവേറ ജെല്ല് ഉണ്ടാക്കാനായിട്ട് മറക്കരുതേ. തീർച്ചയായിട്ടും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്നതും കൂടാതെ ഇരിക്കുന്നതുമാണ് ഈ ഒരു അലോവേറ ജെല്ല്. ഇനി നിങ്ങൾ പുറത്തു നിന്നും ഒന്നും അലോവേറ ജെല്ല് മേടിക്കേണ്ട ആവശ്യം പോലും നിങ്ങൾക്ക് വരിക പോലും ഇല്ല. എന്തായാലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ എന്നോട് പറയാൻ കൂടി മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ വന്ന് ചോദിക്കൂ, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.